നമ്മളിപ്പോൾ ഈ തോട്ടിന്ന് ചെറിയ പരളില്ലേ, പരളിനെ പിടിച്ചിട്ട് മൂരാട് പാലത്തുമ്പോൾ പോകേണ്ട പരിപാടിയാണ്. അതാട്ടാ അതിൻ്റെ പിടുത്താട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയശേട്ടനും ഞാനും വേറെ രണ്ടാളുണ്ട്, ഒരു വീഡിയോയിൽ വരുന്നില്ല. മൈദ കുഴച്ച് അത് ചൂണ്ടയുമ്മലിട്ടിട്ടാട്ടോ ഇവിടുന്ന് കുഞ്ഞി പരൽ നമ്മൾ പിടിക്കുന്നത്. വേഗം വേഗം കിട്ടുന്നുണ്ട് കേട്ടോ നിറയെ പരൽ. ഇത് പിടിച്ചിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി. എൻ്റെ കണ്ണിറങ്ങിയുണ്ട് നിങ്ങൾ. ഇത് രാവിലെ പുഴു തൊട്ടിട്ട് ചൊറിഞ്ഞ് ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ ചിണർത്തിനു കേട്ടോ. ഇപ്പം കുറഞ്ഞ് വന്നതാണ്. അയ്യൊരു വീക്കായി കണ്ണിന്. നിറയെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെയും കിട്ടി. പരലിനെ പിടിച്ച് നമ്മളെ മൂരാട് പാലത്തും ഇനി നമ്മളെ മൂരാട് പാലത്തുമ്പലേക്ക് പോവാട്ടോ. രണ്ടാളും കൂടി മൂരാട് പാലത്തുമ്പ കൂടി എന്നാ കിട്ടാൻ നോക്കാമല്ലോ. 5:30 കിട്ടും നമ്മൾ പാലത്തുമ്പലെത്തുന്നേരം. പാലത്തുമ്പലെത്തിയാലും നോക്ക് നിറയെ ആൾക്കാരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്നുണ്ടേ. നമ്മളിപ്പുറം തന്നെ ഒരു ഏട്ടനെ കണ്ടെങ്കിൽ നമ്മൾ വന്നേമ്പാട് ഇവർക്കൊരു ചെമ്പല്ലി കിട്ടിയതുണ്ട്. അങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ജയശേട്ടൻ അവിടെ ഇരുന്നിട്ട് ചൂണ്ടയിൽ മീൻ കൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ ഈ ഏട്ടനും കിട്ടിയ ഒന്ന്. ഇന്ന് എന്താണെന്നറിയില്ല, വന്നേമ്പാട് എല്ലാവരും ചൂണ്ടയിൽ മീൻ കൊത്തുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല ദിവസമാണെന്ന് തോന്നുന്നു. കാണിക്കാം. ഈ ഏട്ടൻ മത്തി കോത്തിട്ടിട്ടാട്ടോ മീൻ പിടിക്കുന്നത്. കുഞ്ഞും മത്തിയില്ലേ, അത് കണ്ട ഇങ്ങനെ ചൂണ്ടയിൽ കൂക്കുക, പുഴയിലേക്ക് ഇടുക, മീൻ പിടിക്കുക. തന്നെ പരിപാടി. ജയശേട്ടനും ഈ ഏട്ടൻ്റെ അടുത്ത് മത്തി വാങ്ങിയിട്ട് കൂക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞല്ലോ അസുഖത്തിന് കൂട്ടുന്ന ശരിക്കും പിടിക്കും. വിൽക്കാൻ പോന്നാ നാളെ വിൽക്കലില്ല. ഇങ്ങനെ പിടിക്കും. നമുക്ക് അതിന്റെ വലിപ്പം നല്ല ഇങ്ങനെ പിടിക്കൂലേ, എന്നാലേ അതിന്റെ വലിപ്പം കിട്ടുമോ. നമ്മൾ വന്നേ പാടുള്ള കണിയാട്ടോ ഈ ഒരു വലിയ ചെമ്പല്ലി എടുത്തിട്ട് ഇവർ രണ്ടാളും കൂടി ഇത് വെക്കാൻ പോവുക. വീട്ടിലേക്ക് ഇനി വേണ്ട, ഒരിക്കലും മടുത്തിക്കുന്ന ചെമ്പല്ലില്ലേ. മനസ്സോടെ കേട്ടോ ജയശേട്ടൻ മീൻ പിടിക്കാൻ വന്നേ, കയ്യേലെന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ഇവിടുത്തെ ഒരിക്കലും കിട്ടിയ ചെമ്പല്ലി കണ്ടുതരാൻ മൂപ്പർക്കും അങ്ങ് ഉഷാറായി. അതാ കിട്ടപാട് ഞമ്മക്കും കിട്ടി ഒരു ചെറിയൊരു ചെമ്പല്ലി. എന്താ കളറായിൻ്റെ നോക്ക്, നല്ല ചോപ്പ് കളർ. നമ്മളുള്ളത് നമ്മളെ സ്വന്തം മൂരാട് പാലത്തുമ്പൽ. ഒരു ചെറിയ ചെമ്പല്ലി കിട്ടിട്ടോ. നമുക്ക് ഇനിയും കിട്ടുമോ നോക്കാം. ഏട്ടല്ലേ, ചെമ്പല്ലിക്ക് പുറമെ ഏട്ടയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഓരോരുത്തർക്കും. ഒരിക്കലും കിട്ടുന്ന കാണുന്നാൽ ഇന്ന് നല്ലൊരു ദിവസം തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ചേച്ചിയുടെ ചൂണ്ടയിൽ പിന്നെയും ഒന്ന് കിട്ടിയിട്ടോ. രണ്ടാമത്തെ മീൻ. അയ്യോ ഇത് രണ്ടാമത്തെ ഇടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ നോക്കിയതാ. ആളെന്ന് എൻ്റെ നിർബന്ധം കൊണ്ട് കേട്ടോ മൈ പോകാന്നൊക്കെ പറഞ്ഞാൽ വന്നേ. പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഇവിടെ നിർപ്പിച്ച് രണ്ടാമത്തെ മീൻ കിട്ടി. ആകാശവും ട്രെയിനും പാലവും ആകാശത്തിൻ്റെ ഭംഗി നോക്കുക പ്ലസ് തീവണ്ടി. പാലത്തിൻ്റെ അടിയിൽ നിന്ന് ചെമ്പല്ലി കൊലപ്പ് തന്നെ വന്നിക്കിട്ടോ. കണ്ട എല്ലാവരും ചൂണ്ടയുമ്മലും ചെമ്പല്ലി ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ വന്ന് ചാടിക്കൊണ്ടേ നിൽക്കുക. എല്ലാവർക്കും ചാകര തന്നെയാണല്ലോ അല്ലേ. ഇന്ന്
ഇവർക്കും കിട്ടി ഇങ്ങും കിട്ടി ഞങ്ങൾക്ക് 2 കുഞ്ഞ് കിട്ടി. 7 മണിയായിട്ടോ. എന്നിട്ട് നമ്മളെ മൂരാട് പാലത്തിലുള്ള ആൾക്കാരെ കണ്ടോ നിങ്ങൾ മീൻ പിടിക്കുന്നേ? ആകാശം നോക്ക്, മഴവില്ല പോലെ. അങ്ങോട്ട് ആൾക്കാരാട്ടോ. രാത്രിയായിട്ടും ആരും മീൻപിടുത്തം നിർത്തിയിട്ടൊന്നും പോയിക്കില്ല. എല്ലാവരും ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചോണ്ടേ നിൽക്കുക. വരുന്നുണ്ടോ? അങ്ങോട്ട് ആൾക്കാരെ കണ്ടോ? നമ്മളെ മൂരാട് പരമ്പര രാത്രി ഇങ്ങനെയാട്ടോ. ഇത് എല്ലാം പാലത്തിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാ ഇതെന്താ പാരയാ? സമീർ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്ക്. മൂരാട് പാലത്ത് വന്ന് പിടിക്കുന്ന മീനിലുള്ള ഈ ഒരു ന്യൂ ഫിഷ് മർച്ചന്റ് എന്ന് പറയുന്ന ഒരു മൂരാട് പാലത്ത് വന്ന് പിടിക്കുന്ന മീനൊക്കെ ഇവിടെയാട്ടോ കൊണ്ടുവരുന്നേ. നേരത്തെ കൊണ്ടുവന്ന മീനൊക്കെ ഇവിടെയാ കൊണ്ടുവന്ന്. അതെല്ലാം നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇല്ല. മൂരാട് പാലത്ത് വല്ല മീനൊക്കെ ഇവിടെയാട്ടോ കൊണ്ടുവരുന്നേ. ആർക്കും മീൻ വേണമെങ്കിൽ ഫ്രഷ് മീൻ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞണ്ടിനെ കണ്ട നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ടൊക്കെ ഇവിടെ ആട്ടോ കൊണ്ടുവരിക. ഇതാണ് സിംഗപ്പൂരിലേക്കും മലേഷ്യയിലൊക്കെ കയറ്റി അയക്കുന്നത്. വലുതാട്ടോ സംഭവം. കഴിഞ്ഞ കൊല്ലം ആകെ 13 ഒരു ദിവസം കിട്ടുന്നുണ്ടായിരുന്നു. ഇതൊന്നല്ല, ഇത് ചെറുപ്പല്ലേ. ആ ഇറച്ചിക്ക് തന്നെ. നാളെ പോയി നോക്കണം. നാളെ സാധനം ഉണ്ടെങ്കിൽ കുറച്ച് വൈകുന്നേരം നാളെ കിട്ടും. നാളെ ദിവസം ഇവിടെ കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ ഒരു സംഭവം സെയിലായി പോകുന്നുണ്ട് കേട്ടോ. ഒരാൾ വന്ന് വാങ്ങിയതാണ് കണ്ടോ. ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ സംഭവം ഇവിടുന്ന് വേഗം പോകുന്നുണ്ട്. ഫ്രഷ് മീനല്ലേ കണ്ടോ. അങ്ങനെ ഇന്നത്തെ മീൻ പിടുത്തവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്നേ വീട്ടിലേക്ക്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.